എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വീട്ടിനുള്ളിലെ ശത്രുവിനെ എങ്ങനെ നേരിടാം എന്നുള്ളതിനെ കുറിച്ചാണ്. ശത്രു പുറത്താണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമായിരിക്കും. പക്ഷേ നമ്മുടെ കുടുംബത്തിനുള്ളിൽ തന്നെ നമ്മുടെ വളരെ അടുത്ത ബന്ധത്തിലുള്ള ആൾ തന്നെയാണ് നമ്മുടെ ശത്രുവെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അത് നേരിടാൻ. കുടുംബത്തിനുള്ളിലെ ശത്രു എന്ന് പറയുന്നത് ഒരു മാറാ രോഗം പോലെയാണ്. അത് പതുക്കെ 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 നമ്മളെ ഇല്ലാതാക്കി കളയും, നമ്മുടെ വളർച്ച തടയും. എപ്പോഴും വീട്ടിനുള്ളിലെ ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു ദുഷ്ടതയുടെ രൂപമായിരിക്കില്ല. സാധാരണ ശത്രുക്കളെ പോലെ നമുക്ക് അങ്ങനെ വെറുക്കാനൊന്നും കഴിയില്ല. ഇവർക്ക് എപ്പോഴും നിഷ്കളങ്കതയുടെ, സഹതാപത്തിൻ്റെ, ദൈന്യതയുടെ, നിസ്സഹായാവസ്ഥയുടെ ഒക്കെ രൂപമായിരിക്കും അവർക്കുണ്ടായിരിക്കുക. പക്ഷെ ഫലത്തിൽ എന്താണ് ഉണ്ടാവുക? നമ്മുടെ ഗ്രോത്ത് ഇല്ലാതാക്കും, നമ്മുടെ ജീവിതത്തിനെ പിന്നോട്ട് വലിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴും ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും ആഴത്തിലുള്ള മുറിവുകൾ, ചതി, വഞ്ചന ഇതെല്ലാം അനുഭവപ്പെടുക, ഏറ്റവും ഹൃദയത്തിലേക്ക് മുറിവേൽക്കുക അടുത്ത ആളുകളിൽ നിന്നായിരിക്കും. അതൊരു പക്ഷേ മാതാപിതാക്കളായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, മക്കളായിരിക്കാം. നമ്മളോടൊപ്പം ചിരിക്കും, സംസാരിക്കും, ഭക്ഷണം കഴിക്കും, പക്ഷെ നമ്മളെ വളരാൻ അനുവദിക്കില്ല. നിങ്ങളുടെ സ്നേഹം, വിശ്വാസം, ക്ഷമ, നിങ്ങളുടെ മനസ്സിൽ അവർക്കുള്ള സ്ഥാനം, ഇതൊക്കെയാണ് അവരുടെ ആയുധങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എത്രയോ കുടുംബങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടിയാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. സാമ്പത്തികമായിട്ട് എല്ലാവരുടെയും കാര്യങ്ങൾ, സഹോദരങ്ങളുടെ ആണെങ്കിലും മാതാപിതാക്കളുടെ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ആ കുടുംബത്തിൻ്റെ മൊത്തം ഉത്തരവാദിത്വം ആ കുട്ടിയാണ് ചെയ്യുന്നത്, ആ പെൺകുട്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അവർക്കൊരു നല്ല വിവാഹം വരികയാണെങ്കിൽ അത് ഈ വീട്ടുകാർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് അനുഭവപ്പെടുക. കാരണം ഈ കുട്ടി വിവാഹം കഴിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരും. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താവും എന്നൊക്കെ കരുതിയിട്ട് അവനവൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് അവരുടെ വിവാഹം മുടക്കുന്ന എത്രയോ കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ സഹോദരിയോട് വളരെയധികം അസൂയ ഉള്ള, അവരെ എങ്ങനെയെങ്കിലും ഒന്ന് തകർന്നു കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സഹോദരങ്ങളെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചേച്ചി അനിയത്തിയാണെങ്കിൽ ചേച്ചി എല്ലാ കാര്യത്തിലും നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്, വളരെയധികം ജീവിതത്തിൽ പുരോഗതി നേടുകയാണെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടുകാർക്കൊക്കെ അവരെ പറ്റി വളരെ നല്ല അഭിപ്രായമാണുള്ളത് കണ്ടു കഴിഞ്ഞാൽ ഈ വേറൊരു സഹോദരിക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും അവരൊന്ന് അവരുടെ പേര് ചീത്തയാവുക, അല്ലെങ്കിൽ അവർ ഫിനാൻഷ്യലി തകർന്നു പോവുക, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അതിന് വേണ്ടിയിട്ടുള്ള വഴികൾ നോക്കി നടക്കുന്ന വളരെയധികം അസൂയുള്ള സഹോദരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ കുടുംബത്തിലും എല്ലാവരും നന്മ നിറഞ്ഞവരും എല്ലാവരും പരസ്പരം സഹായിക്കുന്നവരും അങ്ങനെയുള്ളവരൊന്നുമല്ല. വളരെയധികം അസൂയുള്ളവരും എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ പേര് ചീത്തയാക്കിയിട്ട് ഞാനാണ് മഹാൻ എന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളൊക്കെ ഒരുപാടുണ്ട്. നമ്മളെ മാനസികമായിട്ട് ഏറ്റവും എളുപ്പത്തിൽ തകർക്കാൻ കഴിയുക വീട്ടിനുള്ളിൽ തന്നെയുള്ള ശത്രുക്കൾക്കാണ്. ഇവർക്കൊരു ക്രാബ് മെൻറ്റാലിറ്റി ഉണ്ടായിരിക്കുക. ക്രാബ് മെൻറ്റാലിറ്റി എന്ന് കേട്ടിട്ടില്ലേ? ഞണ്ടുകളുടെ മാനസികാവസ്ഥ. കുറേ ഞണ്ടുകളെ പിടിച്ച് നമ്മളൊരു ബക്കറ്റിൽ, ഒരു പാത്രത്തിലിട്ട് കഴിഞ്ഞാൽ അതിലേതെങ്കിലുമൊക്കെ ഞണ്ടുകൾ പതുക്കെ എങ്ങനെയെങ്കിലും കയറി രക്ഷപ്പെടാൻ ശ്രമിക്കും. അപ്പോൾ ഈ ബാക്കിയുള്ള ഞണ്ടുകൾ എന്താ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ആ കയറിപ്പോണ ഞണ്ടിൻ്റെ കാലിൽ പിടിച്ച് വലിച്ച് അതിനെ താഴേക്കിടും. അങ്ങനെ ആരെയും രക്ഷപ്പെടാൻ സമ്മതിക്കുകയില്ല, ഇവരോട്ട് രക്ഷപ്പെടുകയില്ല. ഇതേ മെൻറ്റാലിറ്റിയുള്ള ആളുകൾ കുടുംബങ്ങളിലുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ എത്ര അടുത്ത ബന്ധമാണെന്ന് പറഞ്ഞാലും നമ്മൾ ഒരിക്കലും അവരെ സഹിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യം തിരിച്ചറിയുക എന്നുള്ളതാണ്. പലർക്കും പല ലക്ഷ്യങ്ങളായിരിക്കും. ചിലപ്പോൾ അവർക്ക് അസൂയയായിരിക്കും നിങ്ങളോട്. ഇപ്പോൾ സഹോദര സ്ഥാനത്തുള്ള ഒരാളാണ് നിങ്ങളുടെ ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് നിങ്ങളോട് അസൂയയായിരിക്കും. അവർക്ക് നേടാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അസൂയയായിരിക്കും. അല്ലെങ്കിൽ വീട്ടിൽ നിങ്ങൾക്കുള്ള നല്ല പേരായിരിക്കാം, നല്ല ഇമേജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അവർക്കില്ലാത്തൊരു സ്ഥാനം വീട്ടിലുള്ള ബന്ധുക്കളുടെയും മറ്റുള്ളവരുടെയൊക്കെ മനസ്സിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ ഒന്നുകിൽ അവർക്ക് ലക്ഷ്യം നിങ്ങളുടെ കാശായിരിക്കാം, ഇല്ലെങ്കിൽ അവർക്ക് ലക്ഷ്യം നിങ്ങളുടെ നല്ല പേര് ചീത്തയാക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ലക്ഷ്യം. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷമേ നമുക്ക് അവരെ നേരിടാൻ കഴിയുകയുള്ളൂ. ചിലരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിരിക്കും. നിങ്ങൾ അവരൊക്കെ നന്നായിട്ട് കുറച്ചുകൂടി ഫിനാൻഷ്യലി സെറ്റായിരിക്കും. കാരണം അവർ കളിച്ച് നടക്കുന്ന പ്രായത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, കഷ്ടപ്പെട്ട് പഠിച്ച് നിങ്ങളൊരു ജോലിക്ക് ശ്രമിച്ച് അത് നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ടായിരിക്കും. എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതം ഒന്ന് കരുപ്പിടിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അവരും കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും, പക്ഷേ മെച്ചപ്പെടുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അവരുടെ ചിന്ത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ, അപ്പോൾ എങ്ങനെയെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴൊക്കെ നിങ്ങൾ സഹായിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിൽ വരുന്നുണ്ട്.
വരുന്നുണ്ടായിരിക്കും. ഇത് പോകെ പോകെ എന്താ ഉണ്ടാവുക, നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഒന്നും നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. ഓരോ മനുഷ്യരും കഷ്ടപ്പെടുന്നത്, എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യുന്നത് അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ. അത് ചിലപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ യാത്രകൾ പോകണമെന്നായിരിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാറും വണ്ടിയും വീടും ഒക്കെ മേടിക്കണം എന്നുള്ളതായിരിക്കാം. അങ്ങനെയുള്ള മെറ്റീരിയലിസ്റ്റിക്കായ സാധനങ്ങൾ മേടിക്കണമെന്നോ, അല്ലെങ്കിൽ യാത്രകൾ ചെയ്യണമെന്നോ, അല്ലെങ്കിൽ കുറച്ചും കൂടി ലൈഫ് സ്റ്റാൻഡേർഡ്സ് ഉയർത്തണമെന്നോ, അങ്ങനെയുള്ളതൊക്കെ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പക്ഷേ ഈ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവർ അത് സമ്മതിച്ചു തരില്ല. അവർക്ക് എപ്പോഴും അവരൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം നിങ്ങളെപ്പോഴും അവരെ സഹായിച്ചു കൊണ്ടേയിരിക്കണം എന്നൊരു ചിന്താഗതിയിലേക്ക് അവർ മാറും. ആളുകളുടെ ലക്ഷ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ലക്ഷ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവുക എന്നുള്ളതാണ്. അവരുമായിട്ടുള്ള അടുപ്പം കുറയ്ക്കുക. ആളുകൾ നമ്മളെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ് അധികവും. നമ്മുടെ സെൻറ്റിമെൻറ്റ്സ് പിടിച്ച് കളിക്കുക, ഇമോഷൻസ് പിടിച്ച് കളിക്കുക. നമുക്ക് അവരോടുള്ള ബന്ധത്തിൻ്റെ പേരിലൊക്കെ അങ്ങ് നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. അവരുടെ വാക്കുകളോ പെരുമാറ്റങ്ങളോ കരച്ചിലോ അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല, അവർ ദേഷ്യപ്പെടുന്നതോ അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്ന രീതിയിലേക്ക് ഡിസ്റ്റൻസ് കൂട്ടി വരിക ആ ബന്ധത്തിലുള്ള. അവരോട് മത്സരിച്ചും തർക്കിച്ചും നമ്മുടെ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്തും ഒക്കെ സമയം കളയുന്നതിന് പകരം നമ്മൾ ജീവിതത്തിൽ വളരാൻ ശ്രമിക്കുക, നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, അവരെ കഴിയുന്നത്ര അവഗണിച്ച് പോവുക, അവരെ അവരുടെ ജീവിതം ജീവിക്കാനായിട്ട് അനുവദിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ നോക്കുക. നിങ്ങളെപ്പറ്റി അപവാദ പ്രചരണം നടത്തുന്ന ആളുകളാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു പിശുക്കനാണെന്നോ സ്വാർത്ഥനാണെന്നോ, ഇല്ലെങ്കിൽ നിങ്ങൾ വളരെ മോശപ്പെട്ട രീതിയിലാണ് നിങ്ങൾ പണം സമ്പാദിക്കുന്നതെന്നോ, അങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ പേര് ചീത്തയാക്കാനാണ് അവർ ശ്രമിക്കുന്നതെങ്കിൽ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരോട് നടന്ന് നമ്മുടെ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് സ്വയം ന്യായീകരിച്ച് അതിനൊന്നും സമയം കളയാതിരിക്കുക. നിങ്ങളെ മനസ്സിലാക്കുന്ന ആളുകൾ ഒരിക്കലും മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങളെ അവിശ്വസിക്കില്ല. നിങ്ങളെ പറ്റി മോശം മറ്റുള്ളവർ പറയുന്നത് കേട്ടത് വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ അവരൊരിക്കലും നിങ്ങളുടെ ആരുമല്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ നോക്കിക്കാണാൻ പഠിക്കുക. ഒരു ബന്ധത്തിൻ്റെ പേരിലും നിങ്ങളെ മാനസികമായി തകർക്കാൻ ആർക്കും അവകാശമില്ല എന്ന് മനസ്സിലാക്കുക. അത് നിങ്ങളുടെ മാതാപിതാക്കളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും നിങ്ങളുടെ മക്കളാണെങ്കിലും പാർട്ട്ണറാണെങ്കിലും ആര് തന്നെയാണെങ്കിലും ഒരു ബന്ധമുണ്ട് അവരുമായിട്ട് എന്നുള്ളതിൻ്റെ പേരിൽ നിങ്ങളെ മാനസികമായി തളർത്തുക, നിങ്ങളെ ഇമോഷൻസ് വെച്ച് കളിക്കുക, നിങ്ങളെ വിഷമിപ്പിച്ച് നിങ്ങളെ ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാക്കിയിട്ട് കുറ്റബോധം ഉണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അവരുടെ കാര്യം സാധിച്ചെടുക്കുക എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ അങ്ങ് വഴങ്ങി കൊടുക്കാതിരിക്കുക. നമ്മളെ ചൂഷണം ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമുക്ക് മോശമുണ്ടാക്കുകയാണ്, നമ്മുടെ അസാന്നിധ്യത്തിൽ നമ്മുടെ കുറ്റം പറഞ്ഞ് നടക്കുകയാണ്, നമ്മുടെ സഹായങ്ങളെല്ലാം സ്വീകരിക്കുന്നുണ്ട്, അതിനുശേഷം നമ്മളില്ലാത്തപ്പോൾ നമ്മളെപ്പറ്റി മോശം പറഞ്ഞ് നടക്കുകയാണ് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെത്ര അടുത്ത ബന്ധുവാണെങ്കിലും അവരുമായിട്ട് ഒരു അകലം പാലിക്കുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, നിഷ്പക്ഷരായ കുറേ പേര് ആ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരിക്കും. ആ രണ്ട് സൈഡും നിൽക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ രണ്ട് സൈഡും നിൽക്കുന്ന ആളുകളുണ്ടായിരിക്കും. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരാൾ നമുക്ക് മോശം ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കെതിരെ നമ്മൾ ഒറ്റയ്ക്ക് നീതിക്ക് വേണ്ടി പോരാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഇൻറ്റൻഷൻസ് മറ്റുള്ളവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ നിഷ്പക്ഷരായി നിൽക്കുന്ന ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇന്നതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നിട്ടും ഇത് വീണ്ടും വീണ്ടും എന്നിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുകയാണ്, എന്നിട്ട് എന്നെപ്പറ്റി മോശം പറഞ്ഞ് നടക്കുകയാണ്, ഇങ്ങനെയുള്ള ഇന്ന ദ്രോഹങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുകയാണ്, എൻ്റെ ഭാഗത്ത് ഇന്ന ന്യായമാണ് ഉള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ആളുകൾക്കത് മനസ്സിലാവുകയും നിങ്ങളുടെ കൂടെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. വലിയ വഴക്കും ബഹളങ്ങളും ഇല്ലാതെ കുടുംബത്തിനുള്ളിൽ സമാധാനം കളയാതെ നമുക്ക് കാര്യങ്ങളെ കുറച്ചുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ബന്ധങ്ങൾ എപ്പോഴും നമുക്ക് ശക്തി ആണ് ആവേണ്ടത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ടീവ് ആവുകയാണ് ചെയ്യേണ്ടത്. മറ്റുള്ളവർ നമ്മുടെ വളർച്ചയ്ക്ക് സഹായകമാവുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതൊരു കെണിയായിട്ട് മാറാൻ പാടില്ല.